എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്നത്തെ മലയാള മനോരമ പത്രത്തെ സംബന്ധിച്ച് യാതൊരു പ്രാധാന്യവും ഈ സ്വാതന്ത്ര്യദിനത്തിന് അവർ നൽകിയിട്ടില്ല. ഇന്നത്തെ പത്രത്തിൽ ആദ്യത്തെ 3 പേജുകൾ കേവലം പരസ്യങ്ങൾ മാത്രമാണ്. 4-ാമത്തെ പേജ് പ്രാദേശികം. 5-ാമത്തെ പേജിലാണ് ഇതിനെ സംബന്ധിച്ച് ചെറിയ വാർത്തകളുള്ളത്. അതിൽ 80ാമത് സ്വാതന്ത്ര്യ ദിനം എന്നും അതിൻ്റെ താഴെ ജൻ സല്യൂട്ട് ഭാരതമേ എന്നുമാണ്. ജൻ സല്യൂട്ട് ഭാരതമേ. നമുക്കറിയാം, ജൻസി എന്ന് പറയുന്ന വിഭാഗം, അതായത് 14-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ളവരെയാണ് ജൻസികൾ എന്ന് പറയുന്നത്. അവരുടെ ചിത്രം മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവരെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ജൻ സല്യൂട്ട് ഭാരതമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാരതം ഇന്ന് സല്യൂട്ട് ചെയ്യുന്നത് മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജൻസികളാണ്. 14-നും 29-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ബാക്കിയുള്ളവരെല്ലാം പോക്ക് കേസാണ്. അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമൊന്നും പ്രശസ്തമല്ലാത്തവരാണ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ ചേതോവികാരമെന്നറിയാമോ? ജൻസി സമരം ലോകത്ത് പല സ്ഥലങ്ങളിൽ നടന്നു. പല രാജ്യങ്ങളിലും വല്ല കലാപങ്ങളൊക്കെ ഉണ്ടായി. ബംഗ്ലാദേശിൽ ഭരണത്തെ അട്ടിമറിച്ചു, നേപ്പാളിൽ ഭരണത്തെ അട്ടിമറിച്ചു, ശ്രീലങ്കയിൽ ഭരണത്തെ അട്ടിമറിച്ചു. ഇപ്പോഴത്തെ പാറ്റാ സമരം ജൻസികളുടെ സമരം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഭരണത്തെയും അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് ഈ പാവം മനോരമയും അതിൻ്റെ ആൾക്കാരുമൊക്കെ അങ്ങ് ധരിച്ചു വശായി. നമുക്കറിയാം, മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്താണ്? അവർ ഇന്ത്യക്കാരായിട്ടല്ല അവർ ജീവിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അവർക്ക് സ്വാതന്ത്ര്യവുമല്ല. ആദ്യകാലങ്ങളിലൊക്കെ മലയാള മനോരമ പത്രങ്ങളിൽ ഈ ഓരോ മാസത്തിലെയും വിശേഷ ദിവസങ്ങളുടെ ഒരു പട്ടിക ചേർക്കും. ആദ്യകാലത്തൊക്കെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ മനോരമയിൽ വന്ന ഈ വിശേഷ ദിനങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനവും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനവും ഹിന്ദു വിശേഷ ദിവസങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഇത് രണ്ടും ക്രിസ്ത്യാനിയുടെ വിശേഷ ദിവസങ്ങളല്ല പോലും. കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളുടെയും കാര്യമല്ല പറയുന്നത്, മനോരമയുടെ കാര്യമാണ്. മനോരമയ്ക്ക് ഇത് രണ്ടും വിശേഷ ദിവസങ്ങളല്ല. പിന്നെ RSSൻ്റെ ചില നേതാക്കന്മാർ പ്രസംഗിച്ചു ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് മനോരമയുടെ ഈ പ്രസിദ്ധീകരണം. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക്ക് ഇതൊക്കെ ഹിന്ദുക്കളുടെ വിശേഷ ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പ്രസംഗങ്ങൾ ഇവരുടെ കാതുകളിൽ എത്തിയപ്പോൾ പിന്നെ അവർ മാറ്റി. ആ ഹിന്ദു വിശേഷ ദിവസങ്ങളിൽ നിന്നുള്ളത് മാറ്റി പൊതുവിശേഷ ദിവസങ്ങളുടെ പട്ടികയിൽ ഇതിനെ ചേർത്തു. ഇതാണ് മലയാള മനോരമ. ഇപ്പോഴത്തെ അവരുടെ കലിപ്പിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? FCRA നിയമം കർശനമാക്കി കോടാനുകോടികൾ ഇങ്ങോട്ടൊഴുകി പാവപ്പെട്ടവരെ കബളിപ്പിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ മതപരിവർത്തനം നടത്തി സുഖിച്ച് കഴിഞ്ഞ് വന്നവർക്കെല്ലാം വലിയൊരു പ്രഹരമേറ്റു. അവർ നിലം പരിശായി എന്ന് തന്നെ പറയാം. അതാണ് മനോരമ ദേശവിരുദ്ധമായുള്ളൊരു നിലപാട് ഈ ദിനത്തിൽ പ്രകടമാക്കാനുണ്ടായ കാരണം. ഇപ്പം നീ മനോരമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കോൺഗ്രസിനെ കൊണ്ടോ ഇന്ത്യ മുന്നണിയെ കൊണ്ടോ ഒന്നും ഇവിടെ BJP ഭരണം അട്ടിമറിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ കേജ്രിവാളും അപ്രസക്തം, മമതാജി അപ്രസക്തം, ഇപ്പോൾ ശിരോമണി അകാലി തെളിഞ്ഞ് BJPയുടെ കൂടെ കയറുന്നു. തമിഴ്നാട്ടിൽ DMK ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അങ്ങനെ അവർക്കങ്ങ് ആഹ്ലാദിച്ച് അർമാദിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പൊട്ടൻ പ്രധാനമന്ത്രിയാവുന്ന പ്രശ്നമേ ഇല്ലെന്നിപ്പോൾ അവർക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതിൽ മനോരമയുടെ സന്തോഷം എന്തെന്നറിയാമോ? അത് രാഹുൽ വിൻസിയാണ്. നമ്മുടെ രാജീവ് ഗാന്ധി റോബർട്ട് ഗാന്ധിയാണ്. നമ്മുടെ ഈ സോണിയാഗാന്ധി ആരാണെന്നറിയാമല്ലോ. അപ്പോൾ ഈ രാഹുൽ വിൻസിയുടെ പ്രധാനമന്ത്രിയായുള്ള ഭരണം ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ
മനോരമ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ സമൂഹമങ്ങ് എല്ലാത്തിൻ്റെയും മുൻപന്തിയിൽ ഉപരിതലങ്ങളിലെത്തി അങ്ങനെ അങ്ങ് അർമാദിച്ച് ഇന്ത്യയെ പരിപൂർണമായിട്ടും ഇവാഞ്ചലൈസ് ചെയ്യാമെന്നൊക്കെയാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഏതായാലും അത് കോൺഗ്രസ്സിലൂടെ നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ സ്ഥിതിക്ക് ഇപ്പം മനോരമയുടെ ഏക പ്രതീക്ഷ ഈ ജൻസി വിഭാഗങ്ങളെയാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ജന്മന്ദിറിൽ നടന്നത് ജൻസികളുടെ സമരമല്ല. അവരെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇവിടെ കുറേ ദേശവിരുദ്ധരും ജിഹാദികളുമെല്ലാം അഴിഞ്ഞാടി. പക്ഷേ അതൊക്കെ അതിവിദഗ്ധമായി മോദിജി പുറത്തു കൊണ്ടുവന്നു. കുറച്ച് ദിവസം സമരം ചെയ്യാൻ അനുവദിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് അതിനുശേഷം സമരം തീർന്നു. പക്ഷേ അതോടുകൂടി ഏതാണ്ട് 10,000-2000 പരം വരുന്ന കൊടും ക്രിമിനലുകൾ, ദേശവിരുദ്ധ ശക്തികൾ, ജിഹാദികളൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള വസ്തുത പുറത്തു കൊണ്ടുവരാൻ മോദിജിക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ജൻസികളുടെ സമരത്തിനേ ഉള്ളൂ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. 3 സ്ഥലങ്ങളിൽ അട്ടിമറി നടന്നല്ലോ. ബംഗ്ലാദേശിൽ ഭരണം അട്ടിമറിച്ചു, അതേപോലെ നേപ്പാളിൽ ഭരണം അട്ടിമറിച്ചു, ശ്രീലങ്കയിൽ ഭരണം അട്ടിമറിച്ചു. ഇന്ത്യയിലും ഇത് നടക്കും എന്നവർ പ്രതീക്ഷിച്ചു. ഇപ്പം നടക്കുമോ എന്ന സംശയമാണ്. അപ്പോൾ ഈ ജൻസി സമരം മാത്രമാണ് ഈ മലയാള മനോരമയുടെയും ഇവാഞ്ചലിസ്റ്റുകളുടെയും ഏക പ്രതീക്ഷ. അതിനുവേണ്ടി അവരങ്ങേയറ്റം സന്തോഷത്തോടു കൂടി പെരുമാറുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. മനോരമയ്ക്ക് ഈ ഇന്നത്തെ പത്രത്തിൽ നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ ഇല്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ഇല്ല. പിന്നെ ഒരു പേജിൽ ഗവൺമെൻറ് കൊടുത്തൊരു പരസ്യത്തിൽ മാത്രമാണ് നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ ഉള്ളത്. അപ്പോൾ നരേന്ദ്രമോദിയോട്, ഇന്ത്യയുടെ പ്രസിഡൻറ്റിനോട്, ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തോട് ഒക്കെയുള്ള മലയാള മനോരമയുടെ മനോഭാവം എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്നത്തെ ആ ദിനപത്രം.